ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. എഫ്രയീം മലനാട്ടിൽ മിഖാവ് എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ തൻ്റെ അമ്മയോട്, നിനക്ക് കളവ് പോയതും നീ ഒരു ശപഥം ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കലുണ്ട്. ഞാനാകുന്നു അതെടുത്തത് എന്ന് പറഞ്ഞു. എൻ്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അവൻ ആ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ, കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനു വേണ്ടി യഹോവയ്ക്ക് നേർന്നിരിക്കുന്നു. ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്ത് തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കി. അത് മീഖാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവമന്ദിരം ഉണ്ടായിരുന്നു. അവൻ ഒരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ച് തൻ്റെ പുത്രന്മാരിൽ ഒരുത്തിനെ കരപൂരണം കഴിച്ചു. അവൻ അവൻ്റെ പുരോഹിതനായി തീർന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. യഹൂദയിലെ ബേത്ലഹീമനായ യഹൂദാ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്നു പാർത്തവനുമത്രേ. തരം കിട്ടുന്നിടത്ത് ചെന്നു പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ലഹീം വിട്ട് പുറപ്പെട്ട് തൻ്റെ പ്രയാണത്തിൽ എഫ്രയീം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യഹൂദയിലെ ബേത്ലഹീമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോകുകയാകുന്നു എന്നുത്തരം പറഞ്ഞു. മീഖാവ് അവനോട്, നീ എന്നോടുകൂടെ പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ലേവ്യൻ അകത്ത് ചെന്നു. അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവന് സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു. മീഖാവ് ലേവ്യനെ കരപൂരണം കഴിപ്പിച്ചു. യുവാവ് അവന് പുരോഹിതനായി തീർന്നു. മീഖാവിൻ്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കിയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടി പാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വരുന്നിരുന്നില്ല. അങ്ങനെയിരിക്കെ ദേശം ഉറ്റുനോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്നും എസ്തായോലിൽ നിന്നും അയച്ചു. അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവനെന്ന് പറഞ്ഞു. അവർ എഫ്രയീം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു. മീഖാവിൻ്റെ വീട്ടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവ്യ യുവാവിൻ്റെ ശബ്ദം കേട്ടറിഞ്ഞു. അവിടെ കയറി ചെന്ന് അവനോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിനക്കിവിടെ എന്തു കിട്ടും എന്ന് ചോദിച്ചു. അവൻ അവരോട്, മിഖാവ് എനിക്ക് ഇന്നത് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി. ഞാൻ അവൻ്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്നറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പുരോഹിതൻ അവരോട്, സമാധാനത്തോടെ പോകുവിൻ. നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീശിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു. പിന്നെ അവർ സോരയിലും എസ്തായോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്ന് സഹോദരന്മാർ അവരോട്, നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. അതിനവർ, എഴുന്നേൽപ്പിൻ, നാം അവരുടെ നേരെ ചൊല്ലുക. ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചൊല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എസ്തയോലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ചെന്ന് യഹൂദയിലെ കിര്യത്ത്-യെയാരീമിൽ പാളയമിറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്നുവരെയും മഹനേദാൻ എന്നു പേർ പറയുന്നു. അത് കിര്യത്ത്-യെയാരീമിൻ്റെ പിൻവശത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് അവർ എഫ്രയീം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിൻ്റെ വീട്ടിനരികെ എത്തി. അപ്പോൾ ലയീഷ് ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും
കൊത്തുപണിയും വാർപ്പ് പണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചുകൊള്ളുവേൻ. അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന ലേവി യുവാവിൻ്റെ വീട്ടിൽ ചെന്ന് അവനോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യൻ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശം ഒറ്റുനോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്തു കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു. പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു. ഇവർ മീഖാവിൻ്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായ് പൊത്തി ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഒരുവൻ്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നുവോ? ഇസ്രയേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന് മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന് നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു. അവർ മീഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തായപ്പോൾ മീഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ചുകൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖാവിനോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്കെന്തുള്ളൂ? നിനക്കെന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ എന്നവൻ പറഞ്ഞു. ദാന്യർ അവനോട്, നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ ദേശക്കാർ നിങ്ങളോട് കയർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മീഖാവ് തീർപ്പിച്ചവനെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ലയീഷിൽ സ്വൈര്യവും നിർഭയമായിരുന്ന ജനത്തിൻ്റെ അടുക്കലെത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീ വെച്ച് ചുട്ടുകളഞ്ഞു. അത് സീദോന് അകലെയായിരുന്നു. മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായകയാൽ അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അത് ബേത് രഹോബ് താഴ്വരയിലായിരുന്നു. അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രയേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൽ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്ന് പേരായിരുന്നു. ദാന്യർ കൊത്തുപണിയായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗെർഷോമിൻ്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതനായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു വന്നു. ഇസ്രയേലിൽ രാജാവില്ലാതെ ആ കാലത്ത് എഫ്രീം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദിയിലെ ബെത്ലഹേമിൽ നിന്നൊരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദിയിലെ ബെത്ലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ട് അവളോട് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോടുകൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ വരവിങ്കൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അവർ തിന്നുകുടിച്ച് അവിടെ രാപ്പാർത്തു. 4-ാം ദിവസം അവൻ അതികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട്, അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്ന് 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട്, ദയചെയ്ത് രാപാർത്ത് സുഖിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മാവി അപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അതികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ, അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മാവി അപ്പൻ അവനോട്, ഇതാ നേരം അസ്തമിപ്പാറായി, ഈ രാത്രിയും താമസിക്ക, നേരം വൈകിയല്ലോ, രാപാർത്ത് സുഖിക്ക, നാളെ അതികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അന്നും രാപാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു.
യെരൂശലേം എന്ന യെബൂസിലേക്ക് സമീപം എത്തി. കോപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനോട്, നാം ഈ യെബൂസ് നഗരത്തിൽ കയറി രാപാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പിന്നെയും തൻ്റെ ബാല്യക്കാരനോട്, നമുക്ക് ഈ ഊരുക്കളിൽ ഒന്നിൽ ഗിബയിലോ രാമയിലോ രാപാർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബയയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയിൽ രാപാർപ്പാൻ കയറി. അവൻ ചെന്ന് നഗരവീതിയിൽ ഇരുന്നു. രാപാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ, ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രയീം മലനാട്ടുകാരനും ഗിബയിൽ വന്ന് രാപാർക്കുന്നവനും ആയിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീനർ ആയിരുന്നു. വൃദ്ധൻ തല ഉയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഞങ്ങൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു. ഞാൻ അവിടുത്തുകാരൻ ആകുന്നു. ഞാൻ യഹൂദയിൽ ബേത്ലഹേമിനോളം പോയിരുന്നു. ഇപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുകയാകുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട്. എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോട് കൂടെയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിന് വൃദ്ധൻ, നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും, വീതിയിൽ രാപാർക്ക് മാത്രമരുത് എന്ന് പറഞ്ഞു. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിന് മുട്ടി, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട്, അരുതേ, എൻ്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഈ ആൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ, കന്യകയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവിൻ. ഈ ആളോടോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ പുണർന്നു. രാത്രി മുഴുവൻ പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്ന് തൻ്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടിൻ വാതിൽക്കൽ വീണുകിടന്നു. അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ വാതിൽ തുറന്ന് തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ, അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമ്മരപ്പടിമേലായി വീണുകിടക്കുന്നു. അവൻ അവളോട്, എഴുന്നേൽക്ക, നാം പോക എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തൻ്റെ വെപ്പാട്ടിയെ 12 ഖണ്ഡമായി വിഭാഗിച്ച് ഇസ്രായേലിലെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറവിൻ എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് ദാൻ മുതൽ ബേർഷേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്പായിൽ യഹോവയുടെ സന്നദ്ധയിൽ വന്നുകൂടി. ഇസ്രായേലിലെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിൻ്റെയും പ്രധാനികളും ആയുധപാണികളായ 4,00,000 കാലാളും ദൈവത്തിൻ്റെ ജനസമുഖത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പായിലേക്ക് പോയി എന്ന് ബെന്യാമീന്യർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ, ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവിൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എൻ്റെ വെപ്പാട്ടിയും ബെന്യാമീൻ ദേശത്ത് ഗിബയിൽ രാപാർപ്പാൻ ചെന്നു. എന്നാറെ ഗിബയ നിവാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എൻ്റെ നിമിത്തം വീട് വളഞ്ഞ് എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എൻ്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിലെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു.
നിങ്ങളെല്ലാവരും ഇസ്രായേലിലല്ലയോ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തൻ്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരിയുകയും അരുത്. നാം ഇപ്പോൾ ഗിബെയോനോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത്. നാം അത് സംബന്ധിച്ച് ചീട്ടിടയണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്തരത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബയിലേക്ക് ചൊല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1000 പേരെയും 10,000 1000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേലൊക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത്? ഗിബയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവിൻ എന്ന് പറയിച്ചു. ബെന്യാമീനരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്കു കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബയിൽ വന്നുകൂടി. അന്ന് ഗിബയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീന്യർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്തുകയ്യന്മാരായ 700 വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഒരു രോമത്തിനു പോലും ഏറുപിഴയ്ക്കാതെ കവിണക്കാർ ആയിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലിലോ 4 ലക്ഷം ആയുധപാണികളായിരുന്നു. അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്നു. ബെന്യാമീനരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആര് മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബെയയ്ക്ക് നേരെ പാളയമിറങ്ങി. ഇസ്രായേല്യർ ബെന്യാമീനരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഗിബെയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീനരോ ഗിബെയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൽ 25,000 പേരെ അന്ന് സംഹരിച്ച് വീഴിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. അവരുടെ നേരെ ചൊല്ലുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേല്യരായ പടജനം ധൈര്യപ്പെട്ട് 1-ാം ദിവസം അണിനിരന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീനരോട് അടുത്തു. ബെന്യാമീനർ 2-ാം ദിവസവും ഗിബയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ പിന്നെയും 18,000 പേരെ സംഹരിച്ചു വീഴിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹ്റോന്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞുകളയണമോ എന്നവർ ചോദിച്ചതിന്, ചൊല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേല്യർ ഗിബെയയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെയാക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീനരുടെ നേരെ പുറപ്പെട്ട് മുമ്പിലത്തെ പോലെ ഗിബെയുടെ നേരെ പടയ്ക്ക് അണിനിരന്നു. ബെന്യാമീനർ പടജനത്തിൻ്റെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തായി. ബേഥേലിലേക്കും വയലിൽ കൂടി ഗിബെയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വിട്ടു തുടങ്ങി. ഇസ്രായേല്യർ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്ന് ബെന്യാമീർ പറഞ്ഞു. ഇസ്രായേൽ മക്കളോ, നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലരൊക്കെയും തങ്ങളുടെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരന്നു. ഇസ്രായേലരുടെ പതിയിരിപ്പുകാരും ഗിബെയയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബെയയുടെ നേരെ ചെന്നു. പട കഠിനമായി മുറുകി. എങ്കിലും
ആപത്ത് അടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. യഹോവ ബെന്യാമീന്യരെ ഇസ്രയേലിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രയേൽ മക്കൾ ബെന്യാമീന്യരിൽ 25,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ആയുധപാണികൾ ആയിരുന്നു. ഇങ്ങനെ ബെന്യാമീന്യർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു. എന്നാൽ ഇസ്രയേല്യർ ഗിബെയക്കരയെ ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിപ്പിച്ചിരുന്നതുകൊണ്ട് ബെന്യാമീന്യർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബെയിൽ പാഞ്ഞുകയറി. പതിയിരിപ്പുകാർ നീളെ നടന്ന് പട്ടണത്തെയൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായി ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രയേല്യർ പതിയിരിപ്പുകാരുമായി പറഞ്ഞൊത്തിരുന്നു. ഇസ്രയേല്യർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീന്യർ ഇസ്രയേലെ വെട്ടിത്തുടങ്ങി ഏകദേശം 30 പേരെ കൊന്നു. മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ തങ്ങളുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങിത്തുടങ്ങിയപ്പോൾ ബെന്യാമീന്യർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു. ഇസ്രയേല്യർ തിരിഞ്ഞപ്പോൾ ബെന്യാമീന്യർ തങ്ങൾക്ക് ആപത്തു ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. പടയവരെ പിന്തുടർന്നു. പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതതിൻ്റെ മധ്യേ വെച്ച് സംഹരിച്ചു. അവർ ബെന്യാമീന്യരെ വളഞ്ഞ് ഓടിച്ച് ഗിബെയക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീന്യർ 18,000 പേർ പട്ടുപോയി. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറയ്ക്ക് ഓടി. അവരിൽ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ചു കൊന്നു. മറ്റവരെ ഗിദയോളം പിന്തുടർന്ന് അവരിൽ 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരിൽ ആകെ 25,000 ആയുധപാണികൾ അന്ന് പട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികൾ തന്നെ. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി. അവിടെ 4 മാസം പാർത്തു. ഇസ്രയേല്യർ പിന്നെയും ബെന്യാമീന്യരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സ്ഥലത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീവെച്ച് ചുട്ടുകളഞ്ഞു.